ത്രേതായുഗത്തിൽ രാവണ നിഗ്രഹത്തിനു ശേഷം ആകാശമാർഗെ സീതാസമേതനായി അയോധ്യയിലേക്ക് മടങ്ങിയ ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ സീതാസമേതനായി രാവണ നിഗ്രഹത്തിനു ശേഷം വിജയപ്രതീകമായി ശ്രീമഹാദേവനെ ദർഭയും മണലും ഉപയോഗിച്ച് ഉത്തമ ശിവലിംഗം പ്രതിഷ്ഠിച്ച സ്ഥാനം കവിപുരമെന്ന് അറിയപ്പെട്ടു. തന്റെ പ്രിയദാസനായ ശ്രീഹനുമാൻ സ്വാമിക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കൽപ്പിച്ചു നൽകിയ ദേശമാണ് കവിപുരം. ചിരഞ്ജീവിയായ വായുപുത്രൻ ശ്രീരാമകൽപ്പന പ്രകാരം ഈ ദേശത്ത് സൂര്യവിഹാരം നടത്തുന്നു എന്നാണ് വിശ്വാസം. ശ്രീരാമചന്ദ്രനാൽ ത്രേതായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട് പ്രതിഷ്ഠ കഴിച്ചതായ ആ ദിവ്യ ശിവലിംഗം കാലാന്തരത്തിൽ വനമധ്യത്തിൽ മൂടപ്പെടുകയും സമയമായപ്പോൾ ഭക്തജനങ്ങൾക്ക് മുന്നിൽ വിളിപ്പെടുകയും ചെയ്തു. കാലാന്തരത്തിൽ കവിയൂരൊരു മഹാക്ഷേത്രമായി വളരുകയും ഭഗവാൻ ഹനുമാൻ സ്വാമി സൂര്യവിഹാരം നടത്തുന്ന ഈ ദേശത്ത് വായുപുത്രനായ ഭഗവാന് പ്രത്യേക ഉപചാരമോ പീഠമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ശ്രീരാമചന്ദ്രനാൽ ത്രേതായുഗത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട കവിയൂരൊരു മഹാക്ഷേത്രമായി കാലാന്തരത്തിൽ വളരുകയും മഹാദേവ ദർശനത്തിനെത്തിയ സാക്ഷാൽ വില്ലുമംഗലം സ്വാമിയാർ ക്ഷേത്രമതിൽക്കകത്ത് കിഴക്കുഭാഗത്ത് നിൽക്കുന്ന ഇലഞ്ഞിയിൽ അതിദിവ്യമായ ഒരു വാനര സാന്നിധ്യം കാണപ്പെടുകയുണ്ടായി. ഒറ്റനോട്ടത്തിൽ അദ്ദേഹത്തിന് ഇത് സാക്ഷാൽ വായുപുത്രനായ ആഞ്ജനേയ സ്വാമിയാണെന്നും അദ്ദേഹത്തെ ശ്രീരാമചന്ദ്രന്റെ കൽപ്പനപ്രകാരം ഇവിടെ സൂര്യവിഹാരം നടത്തുകയാണെന്നും ദിവ്യദൃഷ്ടിയാൽ മനസ്സിലാക്കി. തന്റെ പ്രിയദാസനായ ശ്രീഹനുമാൻ സ്വാമിക്ക് ശ്രീരാമചന്ദ്രൻ നൽകിയ കൽപ്പന ഈ വിധമായിരുന്നു: കലിയുഗത്തിൽ കലിയും ശനിയും ബാധിക്കാതിരിക്കാൻ ആശ്രയിക്കുന്ന ഭക്തന്മാരെ രക്ഷിക്കുവാൻ വായുപുത്രൻ തൽപുരമിതിൽ വസിക്കുക. ശ്രീരാമകൽപ്പന പ്രകാരം ഭഗവാന്റെ സ്വർഗാരോഹണത്തിനു ശേഷം ചിരഞ്ജീവിയായ ഭഗവാന്റെ നാമത്തിലുള്ള കവിയൂരെങ്കിലെത്തി ഇവിടെ സൂര്യവിഹാരം നടത്തുന്നുവെന്നും ശ്രീരാമചന്ദ്രനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശ്രീ മഹാദേവന്റെ ശിവലിംഗത്തെ സംരക്ഷിച്ചു പോരുന്നുവെന്നുമാണ് സങ്കല്പവും വിശ്വാസവും. ശ്രീരാമചന്ദ്രനാൽ പ്രതിഷ്ഠിച്ച ശ്രീമഹാദേവനാണ് തൃക്കവിയൂർ ക്ഷേത്രത്തിലെ ഉത്സവാദി അടിയന്തരങ്ങൾ എല്ലാം തന്നെ. എന്നാൽ തൃക്കവിയൂർ അപ്പം തന്നെയാണ് തൃക്കവിയൂർ ദേശമാളുന്നതും. എന്നാൽ പ്രധാനമൂർത്തിക്ക് തത്തുല്യമായി അല്ലെങ്കിൽ രുദ്രനൊത്ത് രുദ്രാംശമായ ശ്രീഹനുമാൻ സ്വാമിക്ക് അതീവ പ്രാധാന്യമാണ് തൃക്കവിയൂരിൽ ഉള്ളത്. വില്ലുമംഗലം സ്വാമിയാരുടെ കാലത്താണ് സൂര്യവിഹാരം നടത്തുന്ന ഭഗവാന്റെ വായുപുത്രനായ ശ്രീഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യത്തെ ഭക്തജനങ്ങളുടെ മുൻപിലായി വെളിപ്പെടുകയും ദർശനയോഗ്യമായി അദ്ദേഹം തൃക്കവിയൂർ ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനുള്ളിൽ വായുകോണിൽ സാക്ഷാൽ ശ്രീഹനുമാൻ സ്വാമിയെ ആനയിച്ച് തന്റെ ജപക്കിണ്ടി മറച്ചിട്ട് അതിനു മുകളിലായി പീഠമൊരുക്കുകയും ചെയ്തു. ഇന്നും സാക്ഷാൽ വില്ലുമംഗലം സ്വാമി പ്രതിഷ്ഠിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ ജപക്കിണ്ടിയുടെ മുകളിലാണ് വജ്രായുധധാരിയായി തൃക്കവിയൂരിലെ ശ്രീഹനുമാൻ സ്വാമി ഭക്തന്മാർക്ക് ദർശനം നൽകി അനുഗ്രഹിക്കുന്നത്. അത്ഭുതകരമായ രീതിയിൽ ആശ്രയിക്കുന്ന ഭക്തന്മാരെ രക്ഷിക്കുന്ന തൃക്കവിയൂരിലെ ഹനുമാൻ സ്വാമിയുടെ ഖ്യാതിയും കീർത്തിയും വാനോളം ഉയർന്നത് തന്നെയാണ്.